Morning, everyone. So it's very pleasure to having us here. So the session will be like more interactive. Okay. If you have any queries or doubts, which is regarding the commerce, you just ask in the chat box. So I think this is our second webinar we are conducting, which is related to commerce and the professional course. Okay. So we all here for a great purpose, right? ഇപ്പോൾ നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഫഷണൽ കോഴ്സ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രൊഫഷണൽ കോഴ്സ് മീൻ, അല്ലെങ്കിൽ നമ്മളുടെ ഈ 12th കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ കോഴ്സ് എടുക്കാൻ പറ്റുമോ എന്നുള്ള കുറെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വെബിനാർ ആയിരിക്കും നമ്മൾ ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് മാത്രമായിരിക്കത്തില്ല, നമ്മൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പം ജസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സ് ആയിരുന്നാലും റിലേറ്റീവ്സ് ആയിരുന്നാലും കുറെ കോഴ്സ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. സോ യു മസ്റ്റ് ബി കൺഫ്യൂസ്, റൈറ്റ്? ഏത് കോഴ്സാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. യു വിൽ ഗെറ്റ് ഓൾ ദ ആൻസർ ഫ്രം ദിസ് സെഷൻ. ഓക്കെ. സോ ഈ 12th കഴിഞ്ഞിട്ട് ഞാൻ എന്തിന് പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ ഞാൻ എന്തിന് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് എന്തിനും ഏതിനും ഡിമാൻഡ് കുറയുന്നതായിരിക്കും എക്സെപ്റ്റ് കൊമേഴ്സ്. ഏതൊരു ഡിപ്പാർട്ട്മെന്റ് എടുത്താലും അല്ലെങ്കിൽ ഏതൊരു ഫീൽഡ് എടുത്താലും എല്ലാത്തിനും ഒരു ഡൗൺഫോൾ ഉണ്ടാവും, ഒരു ടൈമിൽ ഒരു ഡൗൺഫോൾ ഉണ്ടാവും. ബട്ട് ഇൻ കേസ് ഓഫ് കൊമേഴ്സിന് ആ ഒരു കാര്യം ഉണ്ടാവുന്നില്ലായിരിക്കും. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഹാവിംഗ് ദ ഡിസ്കഷൻ, വി വിൽ ഗോ ഫോർ ദ Q&A സെഷൻ. സോ മാക്സിമം പാർട്ടിസിപ്പൻസ് നിങ്ങൾ കോഴ്സിനെ പറ്റി മനസ്സിലാക്കുക, നമ്മുടെ പാനൽ മെമ്പർ പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് you just gather all the information and the insight that you gain from this session for your future. അത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒരു നല്ല ഡിസിഷൻ നിങ്ങൾ എടുക്കാനായിട്ട് ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. So apart from that, I would like to introduce myself. My name is Nabil. I am the academic advisor at ISDC. ISDC പറ്റി പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് നിങ്ങളുടെ എക്സ്പാൻഷൻ വരുന്നത്. ഓക്കെ. ഇത് ISDC അറൌണ്ട് ഒരു 30-ലധികം ഗ്ലോബൽ പ്രൊഫഷണൽ ബോഡീസുമായിട്ട് അതുപോലെ തന്നെ ജോബ് ഓറിയന്റഡ് ഡിഗ്രി പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ ബ്രാൻഡാണ് ISDC എന്ന് പറയുന്നത്. നമ്മുടെ ലേണിംഗ് സെന്റർ ട്രിവാൻഡ്രം ചാക്കിയിലാണ് വരുന്നത്. നമ്മുടെ ലുലുയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു 13 years ഓഫ് ലെഗസി ഉള്ള ഒരു കോളേജാണ് ISDC എന്ന് പറയുന്നത്. മെയിൻലി വി ആർ പ്രൊവൈഡിങ് ബിബോക് വിത്ത് ACC ആണ്. സോ ഇത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് നമ്മുടെ കോളേജ് വരുന്നത്. ലൈക്ക് വി ആർ ദ ഡയറക്ട് പാർട്ണേഴ്സ് ഓഫ് ജെയിൻ യൂണിവേഴ്സിറ്റി. ജെയിൻ യൂണിവേഴ്സിറ്റി ഇസ് ലൈക്ക് വൺ ഓഫ് ദ മോസ്റ്റ് or best deemed to be university in India എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ. Let's start the session by saying commerce is everything, or the commerce is the best thing in the world എന്നൊക്കെ പറയാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വെബിനാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. സോ ഈ ഒരു യൂഷ്വൽ ഡെഫിനേഷൻ, ഒരു കൊമേഴ്സിന്റെ ഒരു യൂഷ്വൽ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിത്തിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു മണി ഇസ് കോൾഡ് കൊമേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഈ മണിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഒരു കൊമേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അതിന് കൊമേഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. ജസ്റ്റ് ലൈക്ക് ആൻ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി റൺ ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് മണി ആയിരിക്കും. അപ്പം ഈ മണി ഈ ഒരു കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ the scope for the commerce is always high. And also the job which is related to the commerce. കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബ് ആയിരുന്നാലും ഇപ്പം ടീച്ചിങ്സ് ആയിരുന്നാലും ലേണിംഗ്സ് ആയിരുന്നാലും കോഴ്സസ് ആയിരുന്നാലും അതിന്റെയും ആ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് പീക്ക് തന്നെയായിരിക്കും. ഓക്കെ. ഈ കൊമേഴ്സിൽ തന്നെ അത്യാവശ്യം ഒരു ടോപ്പ് നോച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് ACC ആണ്, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് എന്ന് പറയും. സോ മെയിൻലി നമ്മൾ അതിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകും. സോ ബിഫോർ വി മൂവ് ഇൻ ടു ദ റിയൽ ടോപ്പിക് ഓഫ് ACC, നമ്മുടെ ഈ കൊമേഴ്സിൽ തന്നെ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് ഡിവൈഡ് ചെയ്യുന്നത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ലൈക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ദെൻ CA. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ് ഈ CA. ഓക്കെ. അതിൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അപ്പം അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു കമ്പനിയിൽ ഒരു ഓഡിറ്റിംഗ്, അത് ഫിനാൻഷ്യൽ ഓഡിറ്റിംഗും അതുപോലെ തന്നെ ടാക്സേഷൻ ഫീൽഡിലും ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് CA, അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ CA രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, ലൈക്ക് ഇന്ത്യൻ CA ആൻഡ് ACCA, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്. അപ്പൊ മെയിൻലി ഇപ്പൊ കൂടുതൽ കുട്ടികളും പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ACC ആയിരിക്കും. ലൈക്ക് അതിന്റെ ഒരു ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെ ആയിരിക്കാം മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ CA പറ്റി സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ലൈക്ക് ഇന്ത്യൻ CAയിൽ കുറച്ച് ലൈക്ക് ഇത് അതൊരു പാസിംഗ് പെർസെന്റേജ് വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഒരു ഗ്രൂപ്പിംഗ് സിസ്റ്റം, ഇന്ത്യൻ CA ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിംഗ് സിസ്റ്റമാണ്. ലൈക്ക് അത് നമ്മളുടെ ACCയിൽ ഇല്ല. അപ്പം അതിന്റെ ഡിഫറൻസും അതിന്റെ കമ്പാരിസണും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ പാനൽ മെമ്പർ നമുക്ക് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് അവർ പാനൽ മെമ്പർ സന്തോഷ് സർ. സന്തോഷ് സാറിനെ പറ്റി പറയുവാണെങ്കിൽ ലൈക്ക് നമ്മുടെ ISDCയെ കുറെ വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാറാണ് സന്തോഷ് സാർ എന്ന് പറയുന്നത്. ഓക്കെ. എഡ്യൂക്കേഷണൽ ഫീൽഡ് അറൌണ്ട് ഒരു 15 to 20 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള
ഈ ടീച്ചിങ് ഫീൽഡിൽ മാത്രമല്ല ഈ കുട്ടികളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ പാത്തിലും അത്യാവശ്യം ഒരു നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സന്തോഷ് സാർ എന്ന് പറയുന്നത്. സോ സന്തോഷ് സാർ, വെൽക്കം ഫോർ ദിസ് വെബിനാർ. Thank you. Thank you. Thank you, Nabil. Okay. Okay. Thank you. So he's a great mentor. So if you have any doubts which is related to commerce, not only commerce എന്ത് കരിയറുമായിട്ട് റിലേറ്റഡ് ഉള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു സാറ് കൂടിയാണ് നമ്മുടെ സന്തോഷ് സാർ. സോ ദ പാർട്ടിസിപ്പൻസ്, നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ കോഴ്സിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഇൻസൈറ്റ്സ്, ഇഫ് യു വാണ്ട് യു ജസ്റ്റ് ടേക്ക് ഔട്ട് ദ പെൻ ആൻഡ് പേപ്പർ ആൻഡ് റൈറ്റ് ഡൗൺ ദ പോയിന്റ്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ. സോ അപ്പം സാർ മെയിൻലി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ACCയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സാർ സംസാരിക്കാൻ പോകുന്നത്. So over to you, sir. Thank you, Nabil. Yeah. Okay. Yes, so I'll just make it very simple. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കൊമേഴ്സിലേക്ക് ഒരു സ്ട്രീം സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് എന്താ പറയുന്നത് കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകും. ഒന്ന്, നമ്മൾ എപ്പോഴും ഒരു കൊമേഴ്സ് ഗ്രാജുവേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും ഇന്നത്തെ കാലത്ത് കുറച്ചൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. നിങ്ങളുടെ ഒരു കരിയർ ലാഡറിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനായിട്ടൊക്കെ. അതായത് നമ്മളിപ്പം പറയുമ്പോഴത്തേക്കിനും സാധാരണ നമ്മളൊരു നോർമൽ ഒരു BCom പ്രോഗ്രാമിനെക്കാട്ടിലൊക്കെ തന്നെ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ലൈക്ക് മേ ബി ACCA ഉണ്ട്, അല്ലെങ്കിൽ CMA ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ അധികം പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, CA ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് കൂടെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഒരു വലിയൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ താരതമ്യം നല്ല ഡിഫിക്കൽട്ടുമാണ്. അപ്പം ആ ഡിഫിക്കൽട്ടി ലെവലിലൂടെ നമ്മളൊന്ന് നോക്കണം. ഓക്കെ, ആ ഡിഫിക്കൽട്ടി ലെവലിലൂടെ നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. എന്നിട്ട് വേണം നമുക്കൊരു പ്രോഗ്രാം സെലക്ട് ചെയ്യാനായിട്ട്. ഞങ്ങൾ ഇവിടെ ഓഫർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ അവസാനം പറയാം. ആദ്യം നിങ്ങൾ ആ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനായി ACCA കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക. ACCA താരതമ്യപ്പെടുത്തുവാണെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് വിച്ച് ഇസ് അഗെയിൻ ഈസി ടു ഒബ്റ്റെയിൻ. കുറച്ചുകൂടെ എളുപ്പമാണ് കിട്ടാനായിട്ട് വെൻ കമ്പയർഡ് ടു ഇന്ത്യൻ ക്വാളിഫിക്കേഷൻസ് ലൈക്ക് CA ഓർ അഗെയിൻ CMA ഇന്ത്യ, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രോഗ്രാംസ് വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പാസ് റേറ്റ്സ് ഒക്കെ കൂടുതലാണ്. ആൻഡ് വി ആർ മേക്കിംഗ് ഇറ്റ് ലിറ്റിൽ മോർ സിംപ്ലർ. ഞങ്ങൾ അത് കുറച്ചുകൂടെ എളുപ്പമാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. ആ പേപ്പേഴ്സിനെ ഒക്കെ കുറിച്ച് പറയുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ അത് എളുപ്പമാക്കിയിട്ടുണ്ട്. അപ്പൊ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് അഗെയിൻ ഞാനത് ഒരു ഓവർവ്യൂ തരാൻ പോകുന്നു ആസ് ടു നിങ്ങളൊരു പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കുക, താരതമ്യപ്പെടുത്തി നോക്കുക, ഓരോന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് വർത്ത് ജസ്റ്റ് ഗിവ് എ ട്രൈ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങ് വിട്ട് കളഞ്ഞേക്കുക. റൈറ്റ്? ഏതായാലും ആ ഇൻഫർമേഷൻ ഒന്ന് ഗ്യാദർ ചെയ്യുക. ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ അത് എടുക്കുക, അല്ലെങ്കിൽ അത് അങ്ങ് വിട്ട് കളഞ്ഞേക്കുക. റൈറ്റ്? സോ ACCA എന്ന് പറയുന്നത് ഇറ്റ്സ് അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്. അതൊരു UK ബേസ്ഡ് ബോഡിയാണ്. ഈ ACCA എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ ഒരു ബോഡിയൊന്നും അല്ല. കുറച്ച് നാളായിട്ട് അത് ഉള്ളൊരു ബോഡിയാണ്. ACCയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അത് UKCA എന്ന് പറയാറുണ്ട് ആൾക്കാർ. UKCA, അതായത് UK ഒരു പ്രൊഫഷണൽ ബോഡിയാണ്. ഇറ്റ്സ് എ പ്രൊഫഷണൽ ബോഡി. ആൻഡ് കുറച്ച് ഫാക്ട്സ് ഷീറ്റ്സ് ഞാൻ തരാം. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് അക്കൗണ്ടൻസി ബോഡി. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഒരു അക്കൗണ്ടൻസി ബോഡിയാണ്. അതിന് ഏകദേശം 2,52,500 മെമ്പേഴ്സ് ഉണ്ട് ആസ് ഓഫ് ഡേറ്റ്. ഇന്നത്തെ ഒരു ഇത് വെച്ചിട്ട് 2.5 ലക്ഷത്തോളം മെമ്പേഴ്സ് ഉണ്ട്. ഒരു 5.25 ലക്ഷത്തോളം സ്റ്റുഡൻസ് ഉണ്ട്. സ്റ്റുഡൻസ് എന്നല്ല അവർ പറയുന്ന ഫ്യൂച്ചർ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്യൂച്ചർ മെമ്പേഴ്സ്, അതായത് അത്രയുമാണ് ഒരു നമ്പേഴ്സ് ഉള്ളത്. ഇതൊരു വലിയ നമ്പർ അല്ല കേട്ടോ, അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. വെൻ കമ്പയർ ടു CA ഈ നമ്പേഴ്സ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അതിൻ്റെ അകത്ത് ഹൈഡ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതൊരു ഗ്ലോബൽ ഓപ്പണിംഗ് ആണ്, ഗ്ലോബൽ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ ഗ്ലോബൽ ക്വാളിഫിക്കേഷനിൽ വരുമ്പം ഇത്രം
കുറവ് മെമ്പേഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ ഒരുപാട് നല്ലതാണ്. കാരണം വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലായിടത്തും നിങ്ങൾക്ക് ഉണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആർ എവറിവെയർ. നിങ്ങൾ ഏതൊരു കൺട്രിയിൽ പോയി കഴിഞ്ഞാലും 180ഓളം കൺട്രീസിൽ ACCAക്ക് പ്രസൻസ് ഉണ്ട്. 60ഓളം കൺട്രീസിൽ ഇതിന് സിഗ്നേറ്ററി പവേഴ്സ് ഉണ്ട്. അപ്പൊ വാട്ട് ഹാപ്പൻസ് ഇസ് അഗെയിൻ നിങ്ങൾ ഏതൊരു കൺട്രിയിലേക്ക് പോയാലും നിങ്ങൾക്ക് ജോബ്സ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. റൈറ്റ്? കൂടുതലാണ്. അതും നല്ല ജോബ്സ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് കുറെ മൈഗ്രേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. അതായത് പുറത്തോട്ട് പോകാനോ UK പോകാനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് പോകാനോ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും ഈ പ്രോഗ്രാംസ് ഒക്കെ തന്നെ നല്ലതാണ്. കാരണം വെച്ചാൽ ഇതെല്ലാം ഗ്ലോബൽ സർട്ടിഫിക്കേഷൻസ് ഉള്ള പ്രോഗ്രാംസ്. ഓക്കെ, സോ ഇത് ഇനി ഇന്ത്യയിൽ തന്നെ വന്നിട്ട് ഇറ്റ് ഹാസ് ഗോട്ട് മോർ ദാൻ ഒരു എക്സിസ്റ്റൻസ് ഓഫ് അഗെയിൻ മോർ ദാൻ 20 years. ഇതിന് മൊത്തം 120 വർഷത്തെ പാരമ്പര്യമുണ്ട്. 1904 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1904 1904 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നേക്ക് അല്ലെങ്കിൽ ഈ ആസ് ഓൺ ഡേറ്റ് 120 വർഷത്തെ ഒരു പാരമ്പര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത് സാധാരണ ആൾക്കാര് ഇപ്പം പണ്ട് ACC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര സംശയമായിരുന്നു. അന്നൊക്കെയായിരുന്നു ഞങ്ങളിത് എന്താണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം വെച്ചാൽ എല്ലായിടത്തും ACCയുടെ പരസ്യമുണ്ട്. Lot of competition, lot of institutes, lot of colleges, lot of what they call universities giving this particular program, right? അപ്പൊ ഇത് ഇന്ന് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് അഗെയിൻ എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം വെച്ചാൽ ACCനെ കുറിച്ച് കുറച്ച് ഫാക്ട് ഫീൽഡ്സ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഓക്കെ, നൗ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ബൈ ദ ടോപ്പ് അക്കൗണ്ടിങ് ഫേംസ്. നമ്മൾ സാധാരണഗതിയിൽ ഈ അക്കൗണ്ടൻസി പഠിച്ച ആൾക്കാരെല്ലാം ബിഗ് ഫോഴ്സിനെ കുറിച്ചേ പറയാറുള്ളൂ. ഓക്കെ, ബിഗ് ഫോഴ്സ് അല്ല, ഇഷ്ടം പോലെ നിങ്ങളൊന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടു നോ all the big firms which are again providing this particular what you call accounting and accounting related jobs. Okay, ഇപ്പൊ ബിഗ് ഫോഴ്സ് ആയ PricewaterhouseCoopers ഉണ്ട്, EY ഉണ്ട്, KPMG ഉണ്ട്, ഡെലോയിറ്റ് ഉണ്ട്. ഇതൊന്നും അല്ലാതെ ധാരാളം ഫേംസ് ഉണ്ട്. ഞാൻ അതാണ് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. കാണാൻ പറ്റുന്നുണ്ടോ? യാ, ആ ഡെലോയിറ്റ് എന്ന് പറഞ്ഞൊക്കെ കാണുന്നുണ്ടോ വെബ് പേജ്? യാ, സോ സി ഇതൊക്കെ കമ്പനീസ് ആണ് കണ്ടോ. ഡെലോയിറ്റ്, PwC, EY, KPMG, GT, ഗ്രാൻഡ് ടൊറന്റൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കുമുണ്ട് ഇവിടെ ഓഫീസ്. ഓക്കെ, അപ്പൊ ഇവരുടെയൊക്കെ ഓഫീസസ് ഉണ്ട് ഇവിടെ. ഇന്ത്യയിലുണ്ട്, കുറെയൊക്കെ കേരളത്തിലുണ്ട്. റൈറ്റ്? അപ്പം ഈ ഓഫീസുകളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറയും. BDO, that's again there in India, right? RSM 10. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങൾക്ക് പ്ലേസ്ഡ് ആകാൻ പറ്റുമെന്നുള്ളത്. ഈ കമ്പനീസ് ഒക്കെ ഒരുപക്ഷെ നിങ്ങളൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. റൈറ്റ്? സ്മിത്ത് ആൻഡ് വില്യംസൺ, ബേക്കർ ടില്ലി, റൈറ്റ്? മൂർ സ്റ്റീഫൻസ്, മസാർസ്, ഹെയ്ൻസ് വാട്ട്സ്. അപ്പൊ ഇങ്ങനത്തെ കുറെ അധികം കമ്പനികളാണ്. ഞാൻ ആ ലിസ്റ്റ് ഒന്ന് കാണിക്കുന്നത് വേറൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് ടു ഷോ യു ദ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇൻ ദ what you call job sector, especially in accounting. അതായത് അക്കൗണ്ടിങ്ങിൽ ഇഷ്ടം പോലെ ജോബ്സ് ഉണ്ട്. അതും നല്ല കമ്പനീസ്. ഇവരെല്ലാരും തന്നെ they are all big multinational companies. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് I just wanted to show you what this particular job opportunities are. I hope it's clear. അപ്പൊ ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ACCA പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇത്രയും അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതൊന്നും അല്ലാതെ നമ്മൾക്ക് എല്ലായിടത്തും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ എല്ലായിടത്തും അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഉണ്ട്. ഞാൻ ഈ ടോപ്പ് കമ്പനീസിന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ടോപ്പ് കമ്പനീസിൽ വരുമ്പോഴത്തേക്കിനും യുവർ സാലറി ലെവൽസ് ആർ ഡിഫറെന്റ്.
റൈറ്റ്? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു സാധാരണ ഒരു ബികോം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു ശമ്പളം കിട്ടുന്നുണ്ട്. ഒരു 30,000 ഒക്കെ ചിലപ്പോൾ മന്ത്ലി തന്നെ ശമ്പളം കിട്ടാവുന്ന ഒരു ജോലി കിട്ടാം, നല്ലൊരു ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ACCA കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി ലെവൽസ് ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഡബിൾ ഓർ ട്രിപ്പിൾ ദിസ്. ഒരു ശരാശരി ശമ്പളം തന്നെ ഒരു ഇറ്റ് മേ ബി എബവ് ഒരു 50,000 to 60,000 വരാം. അപ്പൊ അത് ഈ ബിഗ് ഫോഴ്സിലാണെങ്കിൽ ഇറ്റ് ഇസ് അഗെയിൻ വെരി ഇംപ്രസീവ് സാലറീസ്, നല്ല സാലറീസ്. അപ്പൊ ഞാൻ പറഞ്ഞതാ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പറഞ്ഞതാണ് ഈ ACCA കൊണ്ടുള്ളത്. ഇനി ACCAയുടെ അകത്തേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്കിനും ACCAയുടെ പ്രോഗ്രാം എന്താണ്, ആ പ്രോഗ്രാം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ബേസിക്കലി ഈ ACCAയില് ഒരു 3 ഫൗണ്ടേഷൻ ലെവൽ പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 3 ഫൗണ്ടേഷൻ ലെവൽ പേപ്പേഴ്സ്. 3 ഫൗണ്ടേഷൻ ലെവൽ പേപ്പേഴ്സിലാണ് ഈ പറഞ്ഞ പോലെ ജനറൽ ആയിട്ട് നബീൽ സർ പറഞ്ഞ പോലെ തന്നെ യു ഹാവ് ജനറൽ മാനേജ്മെന്റ് ഉണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ വേറൊരു സ്ട്രീം ഉണ്ട്. ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞത്. ഇങ്ങനെ കുറച്ച് ബേസിക് ഫൗണ്ടേഷൻ പേപ്പേഴ്സും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്കിൽ ലെവൽ പേപ്പേഴ്സ് ആണ്. ഓക്കെ, സ്കിൽ ലെവൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ കുറച്ചുകൂടെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ടാക്സേഷൻ, പെർഫോമൻസ് മാനേജ്മെന്റ്. ഓക്കെ, ഇത് ഈ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ടൻസിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ്, കുറച്ചുകൂടെ ഒരു എന്താ പറയേണ്ടത് ഹയർ എൻഡ് വേർഷൻ ആണ്. അതുപോലെ ഓഡിറ്റിംഗ് ഉണ്ട്, ഓഡിറ്റ് ആൻഡ് അഷുറൻസ്. ഓക്കെ, കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ ഉണ്ട്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ ഉണ്ട്, ആൻഡ് അഗെയിൻ യു ഗോട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ ഈ മൊത്തം 9 പേപ്പർ നിങ്ങൾക്ക് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾ നിങ്ങളുടെ ഒരു ഫണ്ടമെന്റൽ ലെവൽസും അതുപോലെ തന്നെ നിങ്ങളുടെ അപ്ലൈഡ് ലെവൽസ് ഒക്കെ ഏകദേശം കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഈ 9 പേപ്പറും കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ACCA അത്ര എളുപ്പം എന്ന് പറയാനൊന്നും ഇല്ല, നന്നായിട്ട് പഠിച്ച് തന്നെ പാസ്സാകും. പക്ഷെ നമുക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജിനെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതായത് ഈ 9 പേപ്പർ നമുക്ക് എക്സെംപ്റ്റഡ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞിട്ട് സ്ട്രാറ്റജിക് ലെവലിലേക്കാണ് പോകുന്നത്. സ്ട്രാറ്റജിക് ലെവലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ ഉണ്ട്, ഒരു സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ ഉണ്ട്. ഈ 2 പേപ്പറും കമ്പൽസറി ആണ്. അതാണ് ഈ റെഡ് കളറിലുള്ളത് എല്ലാം കമ്പൽസറി പേപ്പേഴ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 പേപ്പർ നമുക്ക് ചൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് ഒന്നെങ്കിൽ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് ചൂസ് ചെയ്യാം, അല്ലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വേണേൽ അത് ചൂസ് ചെയ്യാം, നമുക്ക് പെർഫോമൻസ് മാനേജ്മെന്റ് വേണേൽ അത് ചൂസ് ചെയ്യാം, ടാക്സേഷൻ ഏതെങ്കിലും 2 ചൂസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 4 പേപ്പർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ACCAയുടെ എക്സാംസ് എഴുതിയാൽ മതി. ഇതൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണഗതിയിൽ ഒരു ഫസ്റ്റ് എൻട്രിയിൽ വരുമ്പോഴത്തേക്കിനും അവർക്ക് ഈ 13 പേപ്പേഴ്സ് എഴുതണം. അതായത് 3 + 6 + 4. ഓക്കെ, 13 പേപ്പേഴ്സ് എഴുതണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് 4 പേപ്പേഴ്സ് ആയിട്ട് ചുരുങ്ങും. എന്ന് വെച്ച് നിങ്ങൾ ഇത് പഠിക്കുന്നില്ല എന്നല്ല, ഈ പേപ്പേഴ്സ് തന്നെ നിങ്ങളുടെ ബിവോക് പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതിന് പക്ഷേ ACCAയുടെ എക്സാമിനേഷൻ എഴുതണ്ട, നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ എഴുതിയാൽ മതി. ഓക്കെ, ഇതല്ലാതെ തന്നെ നമുക്ക് ഈ നമ്മുടെ CA ആർട്ടിക്കിൾഷിപ്പ് ഉള്ളതുപോലെ തന്നെ ഇവിടെയും ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്. അത് അവരുടെ ഒരു എന്താണ് പറയുന്നത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് റിക്വയർമെന്റ് ഉണ്ട്. അതൊരു 3 വർഷം കംപ്ലീറ്റ് ചെയ്യണം. പ്ലസ് നമുക്കൊരു എത്തിക്സിന്റെ ഒരു എക്സാം ഉണ്ട്. അത് ഓൺലൈൻ ആയിട്ടാണ്, വളരെ ലിബറൽ ആയിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ്. അത് വളരെ എന്താ പറയുന്നത് ടെൻഷൻസ് ഒന്നും ഇല്ലാതെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. കാരണം വെച്ചാൽ നമ്മൾ ആ റിക്വയർഡ് ടൈം ലിമിറ്റ്സ് ഒക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാവരും തന്നെ പാസ്സാകും. അതിനെയാണ് EPSM എന്ന് പറഞ്ഞത്, എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് മെട്രിക്സ്. അപ്പൊ ഇത്രയും അധികം കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ACCAയുടെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം. 3 പേപ്പർ ആദ്യത്തെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ആണ്. ഓക്കെ, റൈറ്റ്.
അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഇൻ ദ സെൻസ് ഇറ്റ് ഇസ് അഗെയിൻ ദ ബേസിക് ലെവൽസ്, ദ 3 പേപ്പേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കിൽ ലെവലില് 6 പേപ്പേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 പേപ്പർ കമ്പൽസറി, 2 പേപ്പർ ഓപ്ഷൻസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 6+3 9 പേപ്പർ എക്സംപ്റ്റഡ് ആണ്. അപ്പൊ നമ്മള് ബാക്കിയുള്ള പേപ്പേഴ്സ് മാത്രം നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എക്സെംഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പേപ്പേഴ്സിൽ ചിലപ്പോൾ തോക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ആ തോക്കാനുള്ള സാധ്യതകൾ നമ്മൾ നള്ളിഫൈ ചെയ്യുന്നതാണ് എക്സെംഷൻസ്. അപ്പൊ ആ എക്സെംഷൻസ് ഒന്ന് അത് നബിൽ സർ കൂടുതൽ പറഞ്ഞു തരും. പക്ഷേ ഇതാണ് ACCയുടെ സ്ട്രക്ചർ. 3 പേപ്പർ ഫൗണ്ടേഷൻ, 3 പേപ്പർ സ്കിൽ ലെവൽസ്, 6 പേപ്പർ സ്കിൽ ലെവൽസ്, 2 പേപ്പർ പ്രൊഫഷണൽ ലെവലില് 2 കമ്പൽസറി ആണ്, വേറെ 2 ഓപ്ഷണൽ. പ്ലസ് ഒരു എത്തിക്സിന്റെ ഒരു സെഷൻ ഉണ്ടാവും, എത്തിക്സിന്റെ ഒരു മൊഡ്യൂൾ ഉണ്ടാവും. പ്ലസ് നിങ്ങളുടെ സാധാരണ CA ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് റിക്വയർമെന്റും ഉണ്ട്. പക്ഷെ അവരുടെ പോലെ കമ്പൽസറി ഒന്നുമല്ല. അതായത് നമുക്ക് എന്താ പറയണത്, വളരെ സ്ട്രിഞ്ചന്റ് ഒന്നുമല്ല, കുറച്ചുകൂടി ലിബറൽ ആണ്. ഈവൻ പഠിപ്പിക്കുന്നതിന് തന്നെ വേണമെങ്കിൽ നമുക്ക് 1 ഇയർ നമുക്ക് PR ആയിട്ട് കിട്ടും, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് റിക്വയർമെന്റ് ആയിട്ട് കിട്ടും. എനിവേ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് ഞാനൊന്ന് ACCയുടെ ACCയും ബാക്കിയുള്ള പ്രോഗ്രാംസ് ഒക്കെ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ, ഒന്ന് നോക്കുവാണെങ്കിൽ സാധാരണ ACCA ഞാൻ പറയുന്ന ഒരിക്കലും ഇത്ര വർഷം കൊണ്ട് തീരുമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നമ്മുടെ ഗ്രാജുവേഷൻ പ്രോഗ്രാം 3 വർഷമാണെങ്കിൽ ആ 3 വർഷം കൊണ്ട് നമ്മുടെ ഗ്രാജുവേഷൻ കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എന്തായാലും ACCയുടെ 9 പേപ്പേഴ്സ് കംപ്ലീറ്റഡ് ആകും. പ്ലസ് ബാക്കി 4 പേപ്പേഴ്സും നമുക്ക് ഫൈനൽ ഇയർ തന്നെ വേണമെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ എഴുതാൻ തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സമയം എടുക്കുവാണെങ്കിൽ ഒരു 4 സിറ്റിംഗ്സും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാക്സിമം 1 വർഷം, ഓക്കെ, 1 വർഷം അല്ലെങ്കിൽ ഏറെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടൈം എടുക്കാം. പക്ഷെ എന്നാലും അതിനുള്ളിൽ നമുക്കത് തീർക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കിപ്പം സാധാരണ ഒരു ക്വാളിഫിക്കേഷൻ, ഇപ്പൊ CA പോലത്തെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ യു ഹാവ് എ വെരി ലോങ് പീരീഡ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ പേപ്പർ ഗ്രൂപ്പ് സിസ്റ്റംസ് ഉണ്ട് ചിലപ്പോൾ ചിലതിലൊക്കെ. അപ്പൊ ഗ്രൂപ്പ് സിസ്റ്റംസ് വരുമ്പോഴാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പേപ്പർ തോറ്റു കഴിഞ്ഞാലും നമ്മൾ ആ എൻറ്റയർ ഗ്രൂപ്പ് എഴുതേണ്ടി വരും, റൈറ്റ്? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എന്താ പറയണത് റിലേറ്റീവ് അഡ്വാൻറ്റേജസ് ഉണ്ട് ACCക്ക്. നമുക്ക് അധികം നാള് എടുക്കാതെ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. അഗെയിൻ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും ACCനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള ആർട്ടിക്കിൾഷിപ്പ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, അതായത് നമ്മൾ കുറച്ചുകൂടെ എന്താ പറയണത്, ഇന്ന കമ്പൾഷൻ ഒന്നുമില്ല ഇത്ര പേരുടെ കീഴിൽ തന്നെ ചെയ്യണമെന്നോ. ചില ഇതിൻ്റെ അകത്തൊക്കെ ഇപ്പൊ ഇന്ത്യൻ CAയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ട്. നമുക്ക് പ്രിൻസിപ്പലിനെ ഒരുപാട് മാറ്റാൻ പറ്റത്തില്ല, ഒരുപാട് സമയം മാറ്റാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരുപാട് ടൈംസ് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു എന്താ പറയണത് ബെനിഫിറ്റ് ഉണ്ട് ACCക്ക്. ഫ്ലെക്സിബിലിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിപ്പിക്കുവാണെങ്കിൽ പോലും നമുക്ക് ഈ എന്താ പറയണത് ആർട്ടിക്കിൾഷിപ്പിൽ 1 വർഷം നമുക്ക് എന്താണ് പറയുന്നത് ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടും. ഇനി നമ്പർ ഓഫ് പേപ്പേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം CAയുടെ ഒക്കെ മാറിയിട്ടുണ്ട്. ശരാശരി ഞാൻ CAയുടെയും CMAയുടെ എല്ലാം കൂടി ഒന്ന് ശരാശരി എടുത്തിട്ടാണ് ഈ പല പേപ്പേഴ്സിലും 4+8+8 എന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മളുടെ ACCയുടെ ഇപ്പൊ നിങ്ങൾ മൊത്തം 13 പേപ്പേഴ്സ് ആണുള്ളത്. ഈ 13 പേപ്പേഴ്സിൽ പക്ഷേ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ എക്സെംഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 4 പേപ്പേഴ്സ് എഴുതിയാൽ മതി. ശരാശരി നോക്കുവാണെങ്കിൽ നമ്മളുടെ ഒരു മാർക്കറ്റ് ട്രെൻഡ്സ് നോക്കുവാണെങ്കിൽ 50% പാസ് പെർസെൻറ്റേജ് ഉണ്ട് അപ്രോക്സിമേറ്റ്ലി. ഞാനൊരു റഫ് ഫിഗർ എടുക്കുകയാണ്, പല പേപ്പറിനും പല നമ്പേഴ്സ് ആണ് കേട്ടോ. എന്നാലും ഒരു ശരാശരി ഒരു 50% അടുത്ത് നമുക്ക് പാസ് പെർസെൻറ്റേജസ് ഉണ്ട്. അത് തന്നെ കാണിക്കുന്നുണ്ട് എന്താണ് എത്രമാത്രം അത് ഡിഫിക്കൽട്ട് ആണെന്നുള്ളത്. പക്ഷേ അവിടെയും ആ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ, നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പാസ് പെർസെൻറ്റേജ് തന്നെ കാഴ്ചവെക്കും. ആൻഡ് ബാക്കിയുള്ള ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ ക്വാളിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒന്ന് റിസർച്ച് ചെയ്തോളൂ എത്രയാണ് പാസ് പെർസെൻറ്റേജ് എന്ന് തന്നെ. 10%-ലൊക്കെ
താഴെയാണ് മിക്കയിടത്തും പാസ് പെർസെൻറ്റേജസ്. അപ്പൊ അങ്ങനെ ഉള്ളൊരു അഡ്വാൻറ്റേജ് നമുക്കിവിടെ ACCAക്ക് ഉണ്ട്. ഓക്കെ, ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും എളുപ്പമാണെന്ന് പറയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ മോഡറേറ്റ് നിട്ടത്. പക്ഷെ ബാക്കിയുള്ളതിനെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോഴത്തേക്കിനും ഈസിയാണ്. ഓക്കെ, ഇറ്റ്സ് ഈസി വെൻ കമ്പയർഡ് ടു അതേഴ്സ്, ബട്ട് അതർവൈസ് മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട്. അങ്ങനെ എടുത്താൽ മതി. കാരണം വെച്ചാൽ ഒരിക്കലും നിങ്ങൾ തീരെ എളുപ്പമാണെന്ന് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ചും ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, റൈറ്റ്. നൗ കുറച്ച് ജോബ്സ്, ഇപ്പം നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ്സ് കിട്ടണം എന്നുള്ളതാണ്. ഞാൻ കുറച്ച് ജോബ്സിന്റെ ഒരു ലിസ്റ്റ് തന്നെ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, അറിയാൻ വേണ്ടി വേറെ എങ്ങും പോകണ്ട. ACCAയുടെ സൈറ്റ് ഉണ്ട്, ACCAglobal.com എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ഉണ്ട്. ആ ACCAglobal.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ACCAക്കാര് ഹോൾഡ് ചെയ്തേക്കുന്ന പൊസിഷൻസും അവരുടെ ടെസ്റ്റിമോണിയൽസും വീഡിയോസ് എല്ലാം കാണിച്ചു തരും. ആ ജോബ് എന്താന്ന് പോലും അവർ കാണിച്ചു തരും. റൈറ്റ്, ഇത് ഓരോന്നും ഓരോ കാറ്റഗറി ഓഫ് ജോബ്സ് ആണ്. ഇപ്പം അഡ്വൈസറി ആൻഡ് കൺസൾട്ടൻസിയിൽ ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ദീസ് ജോബ്സ്. അക്കൗണ്ട് മാനേജ്മെന്റ് പ്രൊഫഷണൽ, ഓക്കെ. ബാങ്കിങ് സെക്ടറിലാണ് ബാങ്കിങ് റിലേഷൻഷിപ്പ് മാനേജർ, ബിസിനസ് ഡെവലപ്മെന്റ് അഡ്വൈസർ, ചേഞ്ച് മാനേജ്മെന്റ് പ്രൊഫഷണൽസ്. അത് ശരിക്കും പറഞ്ഞാൽ മേജേഴ്സ് ആൻഡ് അക്വിസിഷൻസിനൊക്കെ നമ്മൾ എന്താ കൺസൾട്ടൻസി കൊടുക്കുന്നതാണ്. ടാക്സ് കൺസൾട്ടൻസ് ഉണ്ട്, മാനേജ്മെന്റ് കൺസൾട്ടൻസ് ഉണ്ട്. ഓക്കെ, അഗെയിൻ പ്രോഗ്രാം മാനേജ്മെന്റ് പ്രൊഫഷണൽ, പ്രോജക്ട് മാനേജ്മെന്റ് പ്രൊഫഷണൽ, എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് പ്രോജക്ട്സിനൊക്കെ നമ്മൾ അഡ്വൈസറി കൊടുക്കുന്നതോ അല്ലെ കൺസൾട്ടൻസി കൊടുക്കുന്നതൊക്കെ. സ്ട്രാറ്റജി മാനേജർ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ കുറേയധികം പൊസിഷൻസ് നിങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഈ ജോബ്സ് ഒക്കെ തന്നെ ഈ മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ ഉണ്ട് താൻ. വൺ ഓഫ് മൈ സ്റ്റുഡൻസ് അവര് ഇപ്പം എന്താ പറയുന്നത് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റ്, അപ്പൊ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു പുതിയ ഏരിയ ആണ്. അതായത് ഈ ഫ്രോഡ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതും നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ട്സ് ക്ലീൻ ആണോ എന്നൊക്കെ നോക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ കുറേയധികം ജോബ്സ് വന്നിട്ടുണ്ട്. ഓഡിറ്റ് ആൻഡ് അഷ്വറൻസിൽ വേറൊരു സെക്ഷൻ ഉണ്ട്, ഓഡിറ്റ് മാനേജേഴ്സ്, ESG റിപ്പോർട്ടിംഗ്, ഓക്കെ, എൻവയറമെന്റൽ സോഷ്യൽ ആൻഡ് ഗവേണൻസ്, അതാണ് ESGയുടെ ഫുൾ ഫോം. ഞാൻ നേരത്തെ പറഞ്ഞു ഫോറൻസിക് അക്കൗണ്ടന്റ്, ഓക്കെ. പെൻഷൻ ഫണ്ട്സ് മാനേജ് ചെയ്യുന്നത്, പെൻഷൻ ഫണ്ട്സ് ഒക്കെ സാധാരണഗതിയിൽ എന്താ പറയുന്നത് മാനേജ് ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ടീസ് ആണ്. റൈറ്റ്, അപ്പൊ അവിടെ പെൻഷൻ ഓഡിറ്റേഴ്സ് ഉണ്ട്. റൈറ്റ്, അത് ഓഡിറ്റ് ചെയ്യണം. റൈറ്റ്, ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഉണ്ട്. റൈറ്റ്, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഓഡിറ്റ് ആൻഡ് അഷ്വറൻസ് ഉണ്ട്. പുതിയ ഒരു സെക്ഷനാണ് ഡിജിറ്റൽ. ഡിജിറ്റൽ സെക്ഷനിലാണ് യു ഹവ് ഗോട്ട് ധാരാളം ബിസിനസ് അനാലിസ്റ്റ്, ഓക്കെ, ഡേറ്റ അനാലിസ്റ്റ്, ഡേറ്റ വിഷ്വലൈസേഷൻ സ്പെഷ്യലിസ്റ്റ്. അതായത് എങ്ങനെ നമുക്ക് ഡാഷ്ബോർഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇത് പഴയ എക്സൽ ഇതൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ നമ്മൾ എങ്ങനെ ഡേറ്റ കുറച്ചുകൂടെ ഒരു വിഷ്വലി അപ്പീലിംഗ് ആക്കി കാണിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു. ഫിനാൻഷ്യൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറേയധികം ജോബ്സ് ഉണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ബിസിനസ് റിപ്പോർട്ടിംഗിൻ്റെ അകത്താണ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, ഓക്കെ, ക്യാപെക്സ് അക്കൗണ്ടന്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അക്കൗണ്ടന്റ്, ഓക്കെ, ക്യാപെക്സ് അക്കൗണ്ടന്റ്, അല്ലെ ഓപെക്സ് അക്കൗണ്ടന്റ് ഉണ്ട്, ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഓക്കെ, ഓപെക്സ് ക്യാപെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു ടെക്നിക്കൽ ടേം ആണ്. ഓക്കെ, അഗെയിൻ ഫിനാൻസ് ഓഫീസർ, ഓക്കെ, R2R പ്രൊഫഷണൽ, റെക്കോർഡ് ടു റിപ്പോർട്ട് ജനറേഷനും ബാക്കിയുള്ള റിപ്പോർട്ട് ജനറേഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ അകത്ത് ധാരാളം ജോബ് പ്രൊഫൈൽസ് ഉണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോബ് പ്രൊഫൈൽസ് ഉള്ളത് ഒരു ACCAക്കാരന്. ഓക്കെ, ധാരാളമുണ്ട്, ഇഷ്ടം പോലെയാണ്. സി യു ക്യാൻ ഹാവ് ബാങ്കിങ്ങിലുണ്ട്, ഡെറ്റ് ഫിനാൻസിങ്ങിലുണ്ട്. ഓക്കെ,
ക്രെഡിറ്റ് റിസ്കിലുണ്ട്. ഈ ഫിനാൻഷ്യൽ മോഡലിംഗ് പ്രൊഫഷൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഓൾ ഹൈലി സോട്ട് ആഫ്റ്റർ. ഓക്കെ, റൈറ്റ്, ദീസ് ആർ ഓൾ വെരി സോട്ട് ആഫ്റ്റർ ജോബ്സ്. സാധാരണ നോർമലായിട്ട് നമ്മൾ കാണപ്പെടുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് സപ്ലൈ ചെയിൻ പ്രൊഫഷണൽസ് ഉണ്ട്, റൈറ്റ്, വാല്യുവേഷൻ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. സോ ഇതൊക്കെ ഓരോ ഫേംസിലും കാണപ്പെടുന്ന ജോബ് ടൈറ്റിൽസ് ആണ്. ഈ ജോബ് ടൈറ്റിൽസ് ഞാനൊന്ന് കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പരിചയമാകാനായിട്ട്. പെർഫോമൻസ് മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, അവിടെയാണ് നിങ്ങൾ ഒരു കോസ്റ്റ് അനാലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് കൺട്രോളർ ഒക്കെ ആയിട്ട് വരുന്നത്, ക്രെഡിറ്റ് കൺട്രോളർ ആയിട്ട് വരുന്നത്, ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, റൈറ്റ്, ബിസിനസ് പെർഫോമൻസ് പ്രൊഫഷണൽ, കമേഴ്ഷ്യൽ ഫിനാൻസ് പ്രൊഫഷണൽ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. കോമ്പറ്റീഷൻ അനലൈസ് ചെയ്യുന്ന ആൾക്കാർ, കോമ്പറ്റേറ്റീവ് ഇന്റലിജൻസ് അനാലിസിസ്, ബിസിനസ് അനാലിസിസ്, ഇങ്ങനത്തെ കുറേയധികം പൊസിഷൻസ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റിൽ വരുന്നത്. ആൻഡ് ഫൈനലി വി ഗോട്ട് ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ്. അതും വളരെ എന്താ പറയണത്, കുറേയധികം എന്താ പറയണത് പുതിയ ഏരിയാസ് ആണ്. ധാരാളം ജോബ്സ് വരുന്നതാണ് ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് അകത്ത്. എന്റർപ്രൈസ് റിസ്ക് മാനേജേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ക്രൈം റിസ്ക് അനലിസ്റ്റ് ഉണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. കാരണം വെച്ചാൽ ഫിനാൻഷ്യൽ ക്രൈംസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പൊ പല ഇതിൻ്റെ അകത്തും പല സെക്ഷൻസിൻ്റെ അകത്തും അങ്ങനെ ഒരു ഏരിയ തന്നെ വരുന്നുണ്ട്. കമ്പനീസിലും അതിന്റെ ഒരു റിക്വയർമെന്റ് വരുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് തന്നെ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ചില ലോ പ്രകാരം മണി ലോണ്ടറിങ് എന്താ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ലോ പ്രകാരം നമ്മൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, റൈറ്റ്. സസ്റ്റൈനബിൾ ഫിനാൻസ് മാനേജർ സസ്റ്റൈനബിലിറ്റി ആസ്പെക്ട്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. റെഗുലേറ്ററി റിസ്ക് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ ആ കമ്പനീസ് എന്നൊക്കെ നോക്കുന്നവരൊക്കെയാണ് ഈ റെഗുലേറ്ററി റിസ്ക് പ്രൊഫഷണൽസ്. അപ്പൊ ഇങ്ങനത്തെ കുറേയധികം ജോബ് പ്രൊഫൈൽസ് ആണ് ഞാൻ പറയുന്നത്. അഗെയിൻ സസ്റ്റൈനബിലിറ്റി ആസ്പെക്ട്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സസ്റ്റൈനബിലിറ്റി ESG റിപ്പോർട്ടിംഗ് മാനേജർ ഒക്കെ പറഞ്ഞായിരുന്നു. സസ്റ്റൈനബിലിറ്റി കുറച്ചുകൂടെ എന്താണ് ലോങ് ടേം ഫോക്കസ് ഉള്ളതാണ്. അവിടെയാണ് ചിലപ്പോൾ നമ്മളുടെ എൻവയറമെന്റൽ ഫ്രണ്ട്ലി കമ്പനീസ് ഒക്കെ ഈവൻ ഹാവ് ദിസ് പെർട്ടിക്കുലർ കാർബൺ റിപ്പോർട്ടിംഗ് എക്സ്പെർട്ട്, എത്രമാത്രം നമ്മുടെ കാർബൺ എമിഷൻസ് ഉണ്ടെന്നൊക്കെ ചെയ്യും. അപ്പൊ ഈ ജോബ്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ നിങ്ങൾ അലങ്കരിക്കാൻ പോകുന്ന ജോബ്സ് ആണ് ഭാവിയില്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ജോബ്സിനെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്താൽ മതി. കാരണം വെച്ചാൽ ട്രഡീഷണലി നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, ഒരു കൊമേഴ്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ജോബ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടന്റ്. ഒരു CA കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ജോബ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ. അങ്ങനല്ല, ജോബ്സ് ആർ പ്ലെന്റി, ദർ ആർ പ്ലെന്റി ഓഫ് ജോബ്സ്. അപ്പൊ ഈ ജോബ്സിനെ കുറിച്ച് ഞാൻ ഒരുപക്ഷെ ഇപ്പൊ പറയുന്നത് അത്ര ശരിയല്ല. കാരണം വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരുന്നതാണ് നിങ്ങൾക്ക് എത്രമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത്. ഇതൊന്നുമല്ലാതെ വേറെ കുറെ അവന്യൂസ് ഉണ്ട്, നമ്മുടെ ട്രഡീഷണൽ അവന്യൂസ്. ഇതൊക്കെ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. സാധാരണ അക്കൗണ്ടന്റ്, ടാക്സ് അക്കൗണ്ടന്റ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ട്രഷറി മാനേജർ അല്ലെ ട്രഷറർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ട്രഡീഷണൽ അവന്യൂസും ഉണ്ട് താൻ. അപ്പൊ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ളതാണ് ഞാൻ എന്താ പറയണത് ഈ ഒരു പ്രോഗ്രാം. ബട്ട് അഗെയിൻ അറ്റ് ദ സെയിം ടൈം നിങ്ങളത് ക്വാളിഫൈ ചെയ്യണം. ക്വാളിഫൈ ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എത്രമാത്രം അത് നിങ്ങളായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് നിങ്ങൾക്ക് അത് ടേക്കപ്പ് ചെയ്യാം. അപ്പം I was just giving an overview as to what is ACCA, plus I was giving an overview as to what are the different jobs that you can get after ACCA. ഇതൊക്കെ തന്നെ ACCAglobal.com എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റിലും അവൈലബിൾ ആണ്. ഒന്ന് ചെന്നൊന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ യു ക്യാൻ ട്രസ്റ്റ് ദിസ് ഓർഗനൈസേഷൻ. ACCA എന്ന് പറയുന്നത് വളരെയധികം കാലത്തെ ലെഗസി ഉള്ളതാണ്. ധാരാളം ഇപ്പം എന്താ പറയണത് പ്രോഗ്രാംസ് നടക്കുന്നതാണ്. ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ACCA എന്താണെന്ന് ഞങ്ങൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് ACCA 20 years ബാക്ക്. 20 വർഷം മുമ്പാണ് ACCA. 2002 ഞാൻ ACCA പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ 22 വർഷമായി, സോറി. അപ്പോഴൊക്കെ തന്നെ ACCA എന്താന്ന് പറഞ്ഞു കൊടുക്കണം. ആൾക്കാർക്ക് ഭയങ്കര അധികം സംശയം ഉണ്ടായിരുന്നു ACCA ഇതെന്തെങ്കിലും കളിപ്പീര് സ്ഥാപനമാണോ. അപ്പൊ അതൊക്കെ മാറി ഇപ്പൊ ACCA വളരെ പോപ്പുലർ.
പക്ഷെ ആദ്യം പഠിച്ച കുട്ടികളൊക്കെ തന്നെ ഇപ്പൊ വളരെ വളരെ നല്ല പൊസിഷൻസിലാണ്. ദേ ആർ ഓൾ എന്താണ് പറയുന്നത്, വളരെ സീനിയർ പൊസിഷൻസിലാണ്. വലിയ കമ്പനീസിന്റെ ഒക്കെ തന്നെ തലപ്പത്ത് തന്നെ ഉണ്ട് അവര്. EY പോലത്തെ കമ്പനീസിലുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ചിലരൊക്കെ ലൈസൻസ് എടുത്ത് അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി. അപ്പൊ ഇങ്ങനെയുള്ള, കാരണം വെച്ചാൽ ഇപ്പം UAE ഇതൊരു സിഗ്നറ്ററി പവറുള്ള ഒരു ജോബ് തന്നെയാണ് ACC. അപ്പൊ എങ്ങനെ വരുമ്പോഴത്തേക്കിനും ആൾക്കാര് ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നേരത്തെ തന്നെ അവെയിൽ ചെയ്ത് അവർ പഠിച്ചു, അവരത് യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പൊ യു ക്യാൻ ഹാവ് റെഫറൻസസ്. ധാരാളം കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ച് പുറത്തു പോയി എന്താ പറയുന്നത് ജോലി ചെയ്യുന്നവരുണ്ട്, ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ റെഫറൻസ് ആയിട്ട് എടുക്കുക, റെഫറൻസസ് വാങ്ങിക്കുക, അവരായിട്ട് സംസാരിച്ച് നോക്കുക. ആൻഡ് ഇഫ് യു ഫീൽ കൺവിൻസ്ഡ്, you should again be trying this option. Okay. So I hope I was clear about it. Any questions? എന്തെങ്കിലും questions എന്തെങ്കിലും ഉണ്ടെങ്കിൽ? So എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻസൈറ്റ്. താങ്ക് യു. ഈ ജോബ് പ്രോസ്പെക്ട് ആയിരുന്നാലും അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് ആയിരുന്നാലും പേപ്പർ വൈസ് ആയിരുന്നാലും ഉള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ പാർട്ടിസിപ്പൻസ് അത് നല്ല രീതിയിൽ അത് അവർ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പം ACC പറ്റിയിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ലൈക്ക് ഇപ്പൊ നമ്മുടെ ACCയെ സാർ കാര്യം ഡീപ്പായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഇപ്പം എല്ലാവരുടെ മൈൻഡിൽ ഒരു ഡൗട്ട് ഉണ്ട്, നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ACCയെ എടുക്കാൻ പറ്റുമോ എന്ന് ഒരു ഡൗട്ടും അതുപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് കുറെ പാത്ത് ഉണ്ട്. നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് ACC എടുക്കാമോ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ACC എടുക്കാൻ പറ്റുമോ എന്നുള്ള കുറെ പാത്ത് കാര്യങ്ങൾ നമുക്കുണ്ട്. ഇപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് നമുക്ക് ACC എടുക്കാൻ പറ്റും. ലൈക്ക് അത് എന്ന് പറയുന്നത് കൂടുതൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു പാത്ത് ആയിരിക്കും അത്. അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മളിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പം ACC എടുക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മൾ പ്ലേസ്മെന്റ് കാര്യങ്ങൾ പോകുമ്പോൾ ചില കമ്പനികളൊക്കെ അവർ ഒരു ബേസ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ചോദിക്കാം, അത് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ റിജക്ട് ചെയ്യാനും അവരുടെ ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ അപ്പോ ഈ നമുക്ക് ഇത് പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലാതെ തന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന വേറൊരു രീതി എന്ന് പറയുന്നത് നമുക്കൊരു ഡിഗ്രിയോടൊപ്പം നമുക്ക് ACC എടുക്കാവുന്നതാണ്. ലൈക്ക് ഇപ്പം നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഗ്രി എന്ന് പറയുന്നത് BVOC ആണ്, ബാച്ചുലർ ഓഫ് വൊക്കേഷണൽ. ഈ ഒരു ഡിഗ്രിയോടൊപ്പം നമ്മൾ ഒരു ACC എടുക്കുവാണെങ്കിൽ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയായിരിക്കും ഈ ACC, BVOC വിത്ത് ACC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പം BVOC എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും പരിചിതമാവണമെന്നില്ല. ലൈക്ക് ഇതെന്ന് പറയുന്നത് BVOC ബാച്ചുലർ ഓഫ് വൊക്കേഷൻ ആണ്. നമുക്ക് സാധാരണ ഡിഗ്രി പോലെ തന്നെ BCom, BBA, BCA ഒക്കെ പോലെ തന്നെ ഒരു റെഗുലർ ഡിഗ്രിയാണ് ഈ BVOC എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പൊ നമ്മളിപ്പോ ടോട്ടൽ പേപ്പറിന്റെ കണക്കൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് 13 പേപ്പറാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ BVOC എന്ന് പറയുന്ന ഡിഗ്രിയോടൊപ്പം നമ്മൾ ഇത് പഠിക്കുമ്പോൾ ലൈക്ക് 9 പേപ്പർ എക്സാംസ്, 9 പേപ്പർ പഠിക്കേണ്ട, ബാക്കി 4 പേപ്പർ പഠിച്ചാൽ മതി. ലൈക്ക് അത് ഏകദേശം ഒരു 6 സെമ്മിലോ അല്ലെങ്കിൽ 6 സെമ്മിലോ നമ്മൾ എഴുതി എടുത്താൽ മതിയോ. ഓക്കെ, അപ്പൊ അതിന്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ കോളേജിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫാക്കൽറ്റി മെമ്പർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പം ഈ BVOC എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കുറെ ഡൗട്ട്സ് കാര്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവും. ലൈക്ക് ഇപ്പൊ BVOC എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഡിഗ്രി പോലെ ഒരു റെഗുലർ ഡിഗ്രിയാണ്. അതുപോലെ തന്നെ നമ്മളൊരു 60% പ്രാക്ടിക്കലും ഒരു 40% നമ്മൾ തിയറിയാണ് നമ്മുടെ ഈ ഒരു BVOC വരുന്നത്. ലൈക്ക് ഈ 60% പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കുട്ടികൾക്ക്, ലൈക്ക് ഇപ്പൊ നമ്മുടെ ഈ MNCs ആയിരുന്നാലും അല്ലെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളിലോ നമ്മളൊരു ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ കുട്ടികൾ കൊടുക്കുന്നു. അതായത് എങ്ങനെയാണ് ഒരു കമ്പനി റൺ ചെയ്യുന്നത്, അവർക്ക് അങ്ങനത്തെ ഒരു ഐഡിയ ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്ത് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു BVOC ഡിഗ്രിയിലൂടെ. അതായത് എങ്ങനെയാണ് ഒരു കമ്പനി വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നാളെ ഒരു കമ്പനിയിൽ ഒരു വർക്കിന് കയറുമ്പോൾ നമ്മൾ അത് ബ്ലാങ്ക് ആവത്തില്ല, ഈ ഒരു ഡിഗ്രി ഉണ്ട്. ഓക്കെ, സോ അതോടൊപ്പം തന്നെ ഞങ്ങൾ NSDCയുടെ സർട്ടിഫിക്കേറ്റ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NSDC സർട്ടിഫിക്കേറ്റ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ. അപ്പോ ഈ 4 സർട്ടിഫിക്കറ്റ്സ് ആയിട്ടായിരിക്കും ഒരു കുട്ടി ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നത്. ലൈക്ക് ഇപ്പം BVOC എന്ന് പറയുന്ന ഡിഗ്രി, ACCA, അതോടൊപ്പം തന്നെ ഈ ഒരു പ്രൊഫഷണൽ NSDC സർട്ടിഫിക്കറ്റ്, പിന്നെ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഈ 4 വിവിധ തരത്തിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ്സുമായിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് ഒരു കുട്ടി 3 വർഷം പഠിച്ചിറങ്ങുന്നത്. ലൈക്ക് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത് 3 വർഷമായി. ഇത് സാധാരണ നമ്മുടെ BCom, BBA പോലത്തുള്ള ഡിഗ്രി എടുക്കുന്നത് ഒരു 3 വർഷം തന്നെ ആയിരിക്കും. അപ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് നമുക്കൊരു ഇപ്പം ഈ ഒരു ഡിഗ്രിയുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കമ്പനിയിൽ പ്ലേസ്മെന്റിന് പോകുമ്പോൾ
അവർ നോക്കുന്നത് സ്കില്ലായിരിക്കും. ഈ ഒരു സ്കില്ല് നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഉണ്ടാവും. ഓക്കെ. പക്ഷേ നേരെ മറിച്ച് നമുക്കൊരു ജസ്റ്റ് ഒരു കമ്പാരിസൺ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബികോം BBA പഠിച്ചൊരു കുട്ടിയുടെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ലൈക്ക് അവരുടെ കയ്യിൽ ആകെപ്പാടെ ഉണ്ടാകുന്നത് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും. സോ അപ്പം അത്തരത്തിലുള്ള സ്കില്ല് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ ഈ ഒരു 3 വർഷം കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ അതുപോലെ തന്നെ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ പ്ലേസ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ടോപ്പ് ബിഗ് ഫോർ കമ്പനീസ് ആയിട്ടുള്ള EY, KPMG, Deloitte, PwC-യിലൊക്കെ ആയിരിക്കും നമ്മൾ പ്ലേസ്മെന്റും കാര്യങ്ങളും കൊടുക്കുന്നത്. So ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ നമ്മളൊരു കംപ്ലീറ്റ് പാക്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഒരു 3 വർഷം പഠിച്ചിറങ്ങുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഈ നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ അഡ്മിഷൻ കാര്യങ്ങളോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു നമ്പർ ഞാൻ എൻക്വയറി നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ കോളേജിലേക്ക് തന്നെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ജസ്റ്റ് ആസ്ക് ത്രൂ ദി ചാറ്റ് ബോക്സ്. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.